26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിച്ചതിന് ശേഷം പലവട്ടം ചർച്ചകൾ നടത്തി പരസ്പര ആക്രമണം നിർത്തലാക്കുക, സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള കരാറുകളിലേക്കൊക്കെ വരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നാം കേൾക്കുന്നത് അവിടെ ഹോർമൂസ് കടലിടുക്കിൽ ഒരു 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 കപ്പലിനെ, ഇന്ധനവുമായി പോയ ഒരു കപ്പലിനെ ഒന്നുകിൽ ഇറാൻ ആക്രമിച്ചു, അല്ലെങ്കിൽ അമേരിക്കയുടെ പടയെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഇന്നടത്തേക്ക് മിസൈൽ അയച്ചു. ഈ തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് മിക്കവാറും ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇസ്രായേലാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു പരമശത്രുവാണ് ഇറാനെ ഇല്ലാതെയാക്കുകയാണ് ഇസ്രായേലിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവരായിരിക്കും എപ്പോഴും പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ട്രംപിനെയും അവർക്ക് നേരെയാക്കും. അതുപോലെ ഇറാനെ തീർച്ചയായിട്ടും അവർക്കറിയാം ഇറാൻ അവർക്ക് എതിരാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഈ പ്രതിസന്ധി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിവിടെ സ്വർണത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതൊന്നും മാത്രമല്ല, ഈ പ്രതിസന്ധി കൊണ്ടൊക്കെ ഉണ്ടായത് അതിനിടയ്ക്കാണ്, ഓർമ്മിക്കുന്നുണ്ടാകും താങ്കളെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത് 3F ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു. അതായത് ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാണ് ഈ 3F തുടങ്ങുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നത്? ഫ്യൂവൽ, അതായത് ഇന്ധനത്തിൻ്റെ വിലയിലുണ്ടായ വലിയ വർധനവ്. രണ്ടാമത് ഫെർട്ടിലൈസർ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലഭ്യമല്ലാതെയാകുന്നു. ഇന്ത്യയൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ പ്രത്യേകിച്ച് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സിന് ആശ്രയിക്കുന്നത് റഷ്യയെയാണ്. റഷ്യ, യുക്രൈൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് വാങ്ങുന്നത്. അപ്പോൾ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ലഭ്യത കുറഞ്ഞു, അതിൻ്റെ വില കണ്ടമാനം വർദ്ധിച്ചു. അത് നമ്മുടെ കാർഷിക മേഖലയെ തകർക്കും. അതുകൊണ്ടാണ് അവരെന്ന് ഫെർട്ടിലൈസറിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഫ്യൂവൽ, ഫെർട്ടിലൈസർ, ഫോറിൻ എക്സ്ചേഞ്ച്, ഇതായിരുന്നു അവരുദ്ദേശിച്ച 3F. ഫ്യൂവലിൻ്റെ വില നമുക്കറിയാം $65 നിന്നാണ് $115, $120 എന്ന നിലയിലേക്കൊക്കെ പോയത്. ഇപ്പോൾ അത് താഴേക്ക് വന്നു. പക്ഷേ വീണ്ടും ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് കൂടി വരികയാണ് ഇന്ധനത്തിൻ്റെ വില. പിന്നെ അതുപോലെ ഫെർട്ടിലൈസറിൻ്റെ കാര്യത്തിലും സമാധാനമൊന്നും എത്തിയിട്ടില്ല. ഇനിയുള്ളത് ഫോറക്സ് ആണ്. ഫോറക്സിന് എന്താ സംഭവിച്ചത്? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ അങ്ങനെ ഈസി ആയിട്ട് ആർക്കും നേരെയാക്കാൻ പറ്റില്ല. അതിൻ്റെ നേരെയാക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമ്മുടെ എക്സ്പോർട്ട്സ് എത്ര, എക്സ്പോർട്ട് മൂല്യം എത്ര, ഇമ്പോർട്ട്സ് എത്ര, ഇമ്പോർട്ട് മൂല്യം എത്ര. ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട്സ് ഒരുപാട് കുറഞ്ഞു എന്ന് വച്ചാൽ യുദ്ധം മാത്രമല്ല, അതിനു മുൻപ് ട്രംപിൻ്റെ താരിഫ് നയം അതായത് ഇന്ത്യക്ക് നേരെ പോലും വലിയ താരിഫ് യുദ്ധവുമായിട്ടാണ് ട്രംപ് മുൻപോട്ട് വന്നത്. അങ്ങനെ ട്രംപ് മുൻപോട്ട് വന്നത് കാരണം കൊണ്ട് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി, അതായത് നമ്മൾ ഓർക്കേണ്ട കാര്യം, അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒന്നാമത്തെ കൺട്രി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.